മുൻ കേരള ഫുട്ബോൾ താരം എബിൻ റോസ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എബിൻ, സങ്കടമുണ്ട് മെസ്സി കേരളത്തിൽ വരുന്നില്ല എന്നറിയുമ്പോൾ, അർജന്റീന ടീം വരില്ല എന്നറിയുമ്പോൾ. പക്ഷേ ഇതിൽ ഇങ്ങനെയാണോ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്? സാറേ, ഞാൻ കുറച്ച് വൈകാരികമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ പത്രത്തിലൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഒരിക്കലും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. മെസ്സി വരാൻ സാധ്യതയില്ലെന്ന് ആദ്യം മുതൽ ഇന്ന് വരെയും ഉറപ്പിച്ച് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിന്റെ പേരിൽ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയില് ട്രോളുകളും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളും ഒക്കെ നമ്മൾ വലിച്ചയക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ടെക്നിക്കലി, അതായത് ഫിഫ എന്ന് പറയുന്നതാണ് ഫുട്ബോളിന്റെ ലോകത്തിലെ ഏറ്റവും അതോറിറ്റി ഫംഗ്ഷൻ ചെയ്യുന്ന ആൾക്കാർ. അതിന്റെ കീഴിലാണ് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, അതിന്റെ താഴെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും, അതിന്റെ താഴെ കേരള ഫുട്ബോൾ അസോസിയേഷനും. ഇവർക്കൊന്നും അറിവില്ല, ഇവരുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല. അതായത് മുൻകാലത്ത് സന്തോഷത്തോടെ നടത്തിയ സമയത്ത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ കാരണം അന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇവർക്ക് കുറെ ആൾക്കാർക്ക്, അതായത് മന്ത്രിയുടെ ചുറ്റുപാടും നിന്ന് സ്തുതി പാടുന്ന കുറെ ആൾക്കാർക്ക് അന്ന് ഈ ഒരു അവസരം നൽകി. അത് ശരിക്കും ഫുട്ബോളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ അർത്ഥം അസോസിയേഷൻ അല്ല അതിന്റെ ഉത്തരവാദിത്വം. അസോസിയേഷൻ ഇതിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. അത് ശരിക്കും മലപ്പുറം എന്ന് പറയുന്ന ഫുട്ബോളിന്റെ എന്താ പറയുക മെക്കയാണ്. അവിടെ സ്വാഭാവികമായിട്ട് കാണികൾ വരും. അവിടെ ചെറിയൊരു കളിക്ക് പോലും കാണികൾ സ്റ്റേഡിയം അറിയും. പക്ഷെ അത് തങ്ങളുടെ സ്വന്തം കഴിവാണ്, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവാണ്, തങ്ങളുടെ മന്ത്രിയുടെ കഴിവാണ്, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ കഴിവാണെന്ന് ഇങ്ങനെ ഉയർത്തിയടിച്ച ആൾക്കാരാണ് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മെസ്സിയെ കൊണ്ടുവരാൻ സാധിക്കും, അർജന്റീന കൊണ്ട് വരാൻ സാധിക്കുന്ന മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കോലാഹലങ്ങൾ, ആ കോലാഹലങ്ങൾ ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇതാണ് രാഷ്ട്രീയം. ഞാൻ നേരത്തെ പറയും, ഈ ഒരു രാഷ്ട്രീയത്തിനെ നമ്മൾ ആദ്യമേ ഒരിക്കലും മെസ്സി വരും. കാര്യം അവരുടെ കലണ്ടർ 6 മാസം മുമ്പ് നിശ്ചയിക്കപ്പെടും. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു യാദൃശ്ചിയുടെ ഏതെങ്കിലും ഒരു രാജ്യം പിന്മാറിയാൽ ഒരു പ്ലോട്ട് കിട്ടും. പക്ഷെ ഇത്രയും കോടി രൂപ മുടക്കി മെസ്സിയെ കൊണ്ടുവരുന്നതിൽ എന്താണ് നേട്ടം എന്നുള്ളൊരു ഫുട്ബോൾ താരമായി ഞാൻ ചോദിക്കാൻ പാടില്ല. പക്ഷെ നമുക്കറിയാം, ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ജീവരാജ അവാർഡ് നിർത്തലാക്കി, ക്ലബുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കി, ഇതൊന്നും കൊടുക്കാതെ ഇവിടെ മെസ്സിയെ കൊണ്ടുവന്ന് എന്ത് ഡെവലപ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും മെസ്സി വരാത്തിന് വിഷമമുണ്ട്. പക്ഷെ ആരാണ് ഈ ആൻഡോ അഗസ്റ്റിൻ? അദ്ദേഹം കോടീശ്വരനായിരിക്കാം, അല്ലെങ്കിൽ വലിയ ചിലപ്പോൾ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ് ഫുട്ബോളുമായിട്ട് ബന്ധം? ഇദ്ദേഹം എന്താണ് ഇത്രയും എഫർട്ട് ഇട്ടുകൊണ്ട് ഫുട്ബോൾ നന്നാക്കാൻ നടക്കുന്നത്? ഇവിടെ ഒരു നല്ലൊരു ക്ലബ് ഉണ്ടാക്കിയപ്പോൾ ഒരു ബ്ലാസ്റ്റേഴ്സ് പോലും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പൊ സാധാരണപ്പെട്ട ക്ലബുകളൊക്കെ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യും? അപ്പൊ ഇവർക്ക് എന്താണ് ഈ ഫുട്ബോളിലുള്ള ആ ഒരു താല്പര്യം? എന്തിനാണ് ഇവർ ഈ ഫണ്ട് അല്ലെങ്കിൽ മെസ്സിയെ കൊണ്ടുവന്ന് ഈ ഒച്ചപ്പാടുണ്ടാകുന്നത്? എന്താണ് ഇവരുടെ താല്പര്യം? അതാണ് ഇത് നിർത്താൻ പറയണ്ടേ? സർക്കാർ തന്നെ ഇടപെട്ട് ഇനി മാർച്ചിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോലാഹലം നടക്കാൻ പോവുകയാണ്. സാറേ, മാർച്ച് സാറൊന്ന് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ വേൾഡ് കപ്പ് കൂടെയാണ്. നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് ആണ്. അതെ, മാർച്ചിൽ കൊണ്ടുവരുമെന്നും നമുക്ക് സന്തോഷമാണ്, കൊണ്ടുവരട്ടെ. പക്ഷെ അത് രാഷ്ട്രീയമാകരുത്. ഈ ഫുട്ബോളിന്റെ ഓതറൈസ്ഡ് വിഭാഗമായ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും കേരള ഫുട്ബോൾ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു സെറ്റപ്പിൽ പോകാതെ ഇവർ ഇനിയും വീരവാദം അടിക്കുന്നതാണ് നമ്മൾ എതിർക്കുന്നത്. കാരണം ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗമാണ്. അപ്പൊ ആ അസോസിയേഷനെ പോലും ഓവർകം ചെയ്ത് ഞങ്ങൾക്ക് ഈ ലോകത്ത് ഞങ്ങൾക്ക് കയ്യിൽ ഒരുപാട് കാശുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് പിടിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പൊടി പിടിക്കുന്നതും മണിയടിക്കുന്നതും ആൾക്കാരെ കൊണ്ട് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ നയിക്കാൻ സാധിക്കില്ല. അത് തീർച്ചയാണ്. ഇതിന് ബോഡിയുണ്ട്. ആ ബോഡിയുടെ സിസ്റ്റത്തിനനുസരിച്ച് മാത്രമേ ഇവിടെ അദ്ദേഹത്തിന് വരാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അറിയിക്കാതെ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈഗോയുടെ പേരിലാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മെസ്സി പിന്നെ ഇവിടെ വരുമെന്ന് സ്വപ്നം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്? നമുക്ക് നമ്മുടെ അസോസിയേഷൻ വഴി പോകാമല്ലോ, നമ്മുടെ സിസ്റ്റം വഴി പോകാമല്ലോ. എന്തിനാണ് ഇവരാരെയാണ് ഭയക്കുന്നത്? എന്തിനാണ് മെസ്സിയെ കൊണ്ടുവന്നുള്ള നേട്ടം ഇവര് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? അത് അവിടെയാണ് പ്രശ്നം. നന്ദി ശ്രീ എബിൻ റോസ്. കൃത്യമായ കാര്യങ്ങളാണ് ശ്രീ എബിൻ റോസ് പറഞ്ഞത്. ഒരു ഫുട്ബോൾ താരമായി എബിൻ റോസിന് അത് പറയുവാനുള്ള അർഹതയുമുണ്ട്. ഇവിടെ മെസ്സി വരും, അർജന്റീന ടീം വരും എന്ന് കാട്ടി വീമ്പിളക്കിയ ആൾ തന്നെ ഇപ്പോൾ പറയുകയാണ് മെസ്സി വരുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടില്ല, ഫിഫയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമാണ് പ്രഖ്യാപിച്ചതെന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. പക്ഷേ ഫിഫയുടെ കലണ്ടറിൽ ഈ മത്സരം ഉണ്ട് എന്ന് ഫിഫയുടെ സൈറ്റിൽ ഒരിടത്തും കാണുന്നില്ല. അതുമാത്രമല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. പക്ഷേ അതിലും വ്യക്തത വന്നിട്ടില്ല. അർജന്റീനൻ മാധ്യമങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഒരു മത്സരം നടക്കില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതും ആൻഡോ അഗസ്റ്റിൻ നിഷേധിച്ചതാണ്, മാധ്യമങ്ങളുടെ മേൽ കുതിര കയറിയതാണ്. ഇപ്പോൾ പറയുന്നു ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്ന്. അത് മാത്രം